അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ 2 മാസത്തിന് ശേഷം ഇന്ന് നാട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റാക്കി 2 ദിവസം ഇത് കഴിഞ്ഞ് പിന്നെ 2 ദിവസം ഇതന്നായിരുന്നു കേട്ടോ പരിപാടി പോകാനുള്ള പ്രിപ്പറേഷൻസ്. അപ്പോൾ ഇതാ ഏതായാലും നമ്മൾ ആ ഒരു ഡേ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇക്കാൻ്റെ ഫ്രണ്ടാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലാക്കി തരുന്നത് കേട്ടോ. അപ്പോൾ അസിമോൾ ഭയങ്കര കരച്ചിലായിരുന്നു, ഞാൻ പോകുന്നില്ല അങ്കിളും കൂടെ വാന്ന് പറഞ്ഞിട്ട് കേട്ടോ. പക്ഷേ അവരും നമ്മളെ കൂടെ വരാനൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ അവരെ ഡ്രൈവർ ചെറുതായിട്ടൊന്ന് പറ്റിച്ചു. അപ്പം അവർ 2 ദിവസം കൊണ്ടൊക്കെ അങ്ങോട്ട് എത്തിക്കോളാം, നമ്മളോടും അവരെ കൂടെ പോകാനാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ ഓൾറെഡി അവർ വരുന്നില്ല എന്നുള്ളത് കണ്ടപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു പോയി. അപ്പോൾ പിന്നെ വെറുതെ അത് കളയണ്ടല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ ട്രെയിനിൽ തന്നെ പോവാൻ. അപ്പം നമ്മൾ പോയതിന് ശേഷം അവരങ്ങോട്ട് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ അവരാണ് കൊണ്ടുവരുന്നത്. നമ്മൾ ജസ്റ്റ് ബേബീസിനെയും കൊണ്ടിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു ഉപകാരമായിരുന്നു. ബേബീസിനെയും ലഗേജും എല്ലാം പാടെ മാനേജാക്കാൻ നമുക്ക് ഭയങ്കര റിസ്ക് ആണല്ലോ. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ഇക്കാൻ്റെ ഫ്രണ്ടിൻ്റെ അവരെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ മക്കൾക്ക് വേണ്ടിയിട്ട് കഞ്ഞിയും ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ലഞ്ചാക്കിയിട്ട് ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പോകുന്ന വഴിക്ക് കഴിക്കാമെന്നൊക്കെ ആയിരുന്നു വിചാരിച്ചത്. പക്ഷേ അവർ ഓൾറെഡി ഒക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്കും മക്കൾക്കൊക്കെ നല്ല ഫീൽ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ കൂടുതലും ഇവരുടെ കൂടെ തന്നെ ആയിരുന്നല്ലോ. അപ്പം ബേബീസിനൊക്കെ ആയിട്ട് നല്ലപോലെ മിങ്കിളായതല്ലേ. അപ്പോൾ നല്ലപോലെ അവർക്കും നമുക്കൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ വിട്ട് പോകുമ്പോൾ എനിക്കും നല്ലൊരു സങ്കടം ഉണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, 2 മാസം ഇവിടെ നിന്ന് എന്തൊക്കെയൊക്കെ ഒരു ഫീലിംഗ് ഉള്ളിൽ എന്തൊക്കെയോ ഒരു സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. ഏതായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയും വിധി ഉണ്ടെങ്കിൽ വരാമല്ലോ. അപ്പോൾ ഒന്നും ഉണ്ടായിട്ടില്ല. നാട്ടിലേക്ക് പോകുന്നത് പറഞ്ഞാൽ നമ്മളെ നാട് വീടൊക്കെ അത് വേറെ തന്നെയാണ്. പക്ഷേ ഇവിടെ എന്തൊക്കെയോ ഒരു ഫീൽ ചെയ്യേ. അപ്പോൾ ഏതായാലും നമ്മൾ അവിടെ കറക്റ്റ് ടൈമിൽ എത്തി. പിന്നെ അതാ ട്രെയിനിലൊക്കെ കയറിയിട്ടുണ്ട്. കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ കുഞ്ഞുട്ടിയൊക്കെ കിടന്നുറങ്ങിയിട്ടോ. പിന്നെ ബേബീസിനെയും കൊണ്ടിട്ട് ഞാൻ ഫുള്ളായിട്ട് അലമ്പായിരുന്നു. ഞാൻ ഉണ്ടായതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചൊന്ന് മാനേജ് ആക്കാൻ ഈസി ആയത് കേട്ടോ. ഇവർ നമ്മളെ മാത്രമല്ല നമ്മളെ കൂടെയുള്ള വേറെ പാസഞ്ചേഴ്സിനെയും കൂടെ പോയിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നതുകൊണ്ടിട്ട് ഭയങ്കര സീന്. അവർ ഉറങ്ങുകയെന്നുണ്ടെങ്കിൽ അവരെ ഉറങ്ങുന്ന പുതപ്പൊക്കെ നീക്കിയിട്ട് അവരെ പോയിട്ട് ശല്യം ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും ഞാനും അസിമോളും ഒരു വിധത്തിലാണ് ഇവരെ ഒന്ന് മാക്സിമം ഞങ്ങൾ ഉറക്കാൻ നോക്കിയിട്ട് ഉറങ്ങുന്നതേ ഉണ്ടായില്ല കേട്ടോ. ഇവർ ഉറങ്ങുന്ന സമയമാണ് സത്യം പറഞ്ഞാൽ. പക്ഷെ 2 പേരും ഉറങ്ങാൻ തന്നെ കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ കുഞ്ഞുട്ടിയാക്കാനെ പോയിട്ട് വിളിച്ചിട്ടോ. ഇനിയിപ്പോൾ പറ്റില്ല എന്ന് കണ്ടപ്പം, കാരണം നൈറ്റൊക്കെ ആവുമ്പോൾ എല്ലാവർക്കും അത് ഭയങ്കര ഡിസ്റ്റർബ് ആവുമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ കുഞ്ഞുട്ടാക്കാനെ വിളിച്ചിട്ട് കൊണ്ടുവന്നിട്ടോ. പിന്നെ ഞാനും കുഞ്ഞുട്ടാക്കിയും കൂടെ 2 പേരെയും നടന്നിട്ട് ഉറക്കിയതിന് ശേഷമാണ് ഞങ്ങളൊന്ന് റിലാക്സ് ആയതിട്ടോ. സത്യം പറഞ്ഞാൽ ട്രെയിനിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇവരെ മാനേജ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, കയറിയിട്ട് കാണണം കേട്ടോ.